പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് KMCT ലോ കോളേജിൽ നിന്ന് LLB കരസ്ഥമാക്കിയ അപർണ കെ എന്ന അഡ്വക്കേറ്റ് അപർണയെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഈ ചടങ്ങ്. എവിടെ വെച്ചാണ് എപ്പോഴാണ് എന്നതിന്റെ കഥ പറയാം. ഇന്നലെ നമ്മുടെ പാണ്ടിക്കാട് വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഇഫ്താർ സംഗമം ഉണ്ടായിരുന്നു. ആ ഇഫ്താർ സംഗമത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അതായത് പാണ്ടിക്കാടിലെ പരിചിത മുഖം എല്ലാവരെയും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റൂട്ടോ. നാടിന്റെ ജീവകാരുണ്യ കലാകായിക രംഗത്ത് ഒരുപാട് നേതൃത്വങ്ങൾ കൊടുത്ത ഒരു കൂട്ടായ്മയാണ് നമ്മുടെ വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാണ്ടിക്കാട്. ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഈ ഒരു പരിപാടി. ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അത് നമ്മുടെ പാണ്ടിക്കാടിന്റെ ഒരു മുഖം തന്നെയാണ്. പാണ്ടിക്കാട് എന്തൊരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നായിരിക്കും എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഏതായാലും ഇഫ്താറിന് വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു. അങ്ങനെ തന്നെ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ഉഷാറായി. നമ്മളെ ചെറിയ കുട്ടികളുണ്ട്, വലിയവരുണ്ട്, എല്ലാവരും ഈ പരിപാടിയിലുണ്ട്. ചെറിയ കുട്ടികളെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നോമ്പ് തുറന്നതിന് നിലവിൽ വിന്നേഴ്സിന് വേണ്ടി കളിക്കുന്ന കളിക്കാരാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഉണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിന്റെ നന്മയും അതിന്റെ ഐക്യവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ സന്തോഷം തോന്നിയ ഒരു ചടങ്ങായതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സന്തോഷങ്ങൾ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാൻ പ്രാർത്ഥിക്കണം. വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് 1000 ആശംസകൾ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയും, അതുപോലെ തന്നെ നമ്മുടെ വയറും നിറയും. ഏതായാലും വളരെ സന്തോഷം തുടങ്ങിയ ഒരു ചടങ്ങായിരുന്നു ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാള്, നമ്മുടെ സിനോജിന്റെ ബിരിയാണി ഉണ്ട് ഈ ബിരിയാണി. അതുകൊണ്ട് തന്നെ അടിപൊളിയാനും സൂപ്പറായിരുന്നു. നമ്മുടെ ചെക്കന്മാരൊക്കെ നല്ല സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു, ഉഷാറായി. അങ്ങനെ അവസാനം ഈ ഒരു പരിപാടിന്റെ അവസാനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ അഡ്വക്കേറ്റ് അപർണയ്ക്ക് നമ്മുടെ വിന്നേഴ്സിന്റെ വകയായിട്ട് ഒരു ചെറിയ സമ്മാനം നൽകിയത്.